ഹലോ ഓൾ, 8ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആൻഡ് വെൽക്കം ഓൾ ടു ദ ബ്യൂട്ടിഫുൾ സെഷൻ. ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നമുക്കറിയാം ഫിസിക്സ് എന്ന് പറയുന്നത് ബേസിക് സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ്, ബേസിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മീൻസ് അതിൻ്റെ ഒരു ബേസിക് നമ്മളെ വലിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കേണ്ടതിൻ്റെയൊക്കെ ബേസിക് വരുന്നത് ഈ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെയാണ്. സോ നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. മോറോവർ നമ്മുടെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ തുടങ്ങല്ലടാ. സോ ഹിയർ ഈസ് ദ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ മക്കളെ അതിൻ്റെ കുറച്ച് തിയറി പാർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും പറയും. ഓക്കെ, ഞാൻ നോക്കാം. കോമൺ ബാലൻസ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് മാസ്. അല്ലേ, മാസ് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ തുലാസ് യൂസ് ചെയ്യുന്നത്. അല്ലേ, വാട്ട് ഈസ് മാസ്? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ്? എന്താണ് മാസിന്റെ ബേസിക് യൂണിറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ മലയാളം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താസ് ഉപയോഗിച്ചാണ് വസ്തുക്കളുടെ മാസ് അളക്കുന്നത്. മാസ് എന്നാൽ എന്ത്? ഇതിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് എന്നുള്ളതാണ്. മാസിന്റെ 2 ചെറു യൂണിറ്റുകളുടെ പേര് എഴുതുക. ഇവ ഓരോന്നിന്റെയും അടിസ്ഥാന യൂണിറ്റുമായി ബന്ധം എന്ത് എന്നുള്ളത്. ഓക്കെ, ഒരു ടൺ എത്ര കിലോഗ്രാമിന് സമമാണ് എന്നുള്ളതാണ്. സോ നമുക്ക് സിമ്പിളായിട്ട് ഇതിന്റെ ഓരോന്നിന്റെ ആൻസർ പറഞ്ഞു പോവാം. എന്താണ് മാസ്? മാസ് ഈസ് ദ ടോട്ടൽ മാറ്റർ കണ്ടെയ്ൻ ഇൻ ദ സബ്സ്റ്റൻസ്. അല്ലെ, ഒരു സബ്സ്റ്റൻസിൽ ഉണ്ടാകുന്ന ടോട്ടൽ മാറ്ററിനെ വിളിക്കുന്ന പേരാണ്. അതായത് ഈ ഒരു വസ്തുവിന്റെ ഉള്ളിലുള്ള ടോട്ടൽ മാറ്റർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാസ് എന്ന് വിളിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അത് വളരെ വ്യക്തമായിട്ട് അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ബേസിക് യൂണിറ്റ് ഓഫ് ദി മാസ്, മാസിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. അല്ലെ, കിലോഗ്രാം ആണ്. റൈറ്റ് ഡൗൺ 2 സ്മോളർ യൂണിറ്റ് ഓഫ് മാസ്. മാസിന്റെ 2 സ്മോളർ യൂണിറ്റുകൾ പറഞ്ഞത്. ഒന്നെന്താണ്? ഗ്രാം. മറ്റേതെന്താണ്? മില്ലിഗ്രാം. അല്ലെ, ഗ്രാം, മില്ലിഗ്രാം എന്നുള്ളതാണ് എന്ത്? മാസിന്റെ ചെറിയ യൂണിറ്റുകൾ. വലിയ യൂണിറ്റുകൾ നമുക്കറിയാം ടൺ. അതുപോലെ തന്നെ എന്താണ്? ടൺ ഉണ്ട്. അതുപോലെ തന്നെ വീണ്ടും അല്ലെ ഒരുപാട് വലിയ യൂണിറ്റുകൾ നമുക്ക് ഈ മാസ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഹൗ ആർ ദേ റിലേറ്റഡ് ടു ബേസിക് യൂണിറ്റ് ഓഫ് മാസ്? ഇതെങ്ങനെയാണ് ബേസിക് യൂണിറ്റ് ഓഫ് മാസുമായി റിലേറ്റ് ചെയ്തിട്ടത്? ഓക്കെ, 1 ഗ്രാം ഈസ് ഈക്വൽ ടു എത്രയാണ്? 10⁻³ കിലോഗ്രാം എന്നുള്ളതാണ്. അല്ലേ, അതുപോലെ തന്നെ 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10⁻⁻6 കിലോഗ്രാം ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഒരു ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ കിലോഗ്രാം ആണ്. ഒരു മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻6 കിലോഗ്രാം ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഹൗ മെനി കിലോഗ്രാം ഈസ് 1 ടൺ? 1 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോഗ്രാം ആണെന്നുള്ളതാണ്. 1 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോഗ്രാം ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മക്കൾ ഓർക്കുക. 1 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോഗ്രാം എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ഓർക്കുക. റെഡി അല്ലടാ? 1 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 എന്താണ്? കിലോഗ്രാം ആണ്. റെഡി അല്ലടാ? അങ്ങനെയാണെങ്കിൽ 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാം ആണ്. ഓക്കെ, ഇത് അറിയുന്നത് തന്നെയാണ്. 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാം ആണ്. സോ മാസിന്റെ വലിയ യൂണിറ്റുകളും ചെറിയ യൂണിറ്റുകളും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. റെഡി അല്ലടാ? സോ എന്താണ് മാസ്? എന്താണ് മാസ്? ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ മാറ്റർ കണ്ടെയ്ൻ ഇൻ എ സബ്സ്റ്റൻസ്, അതാണ് മാസ് എന്ന് പറയുന്നത്. അതിന്റെ വലിയ യൂണിറ്റും ചെറിയ യൂണിറ്റും ഒക്കെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ പഠിക്കാനുള്ളതാണ് എന്ത്? ടൈം. അല്ലേ, ടൈമിൻ്റെ SI യൂണിറ്റ് എന്താണ്? ആക്ച്വലി സെക്കൻഡ് ആണ്. അല്ലേ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. ഒരു ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് ആണ്. ഇതൊക്കെ അറിയുന്നതാണ്. ഒരു സോളാർ ഡേ എന്ന് പറഞ്ഞാൽ ഒരു നൂൺ മുതൽ അടുത്ത നൂൺ വരെ. അല്ലേ, ഒരു സോളാർ ഡേ എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച മുതൽ അടുത്ത ഉച്ച വരെയുള്ള സമയത്തെയാണ്. 24 ഹവറാണ് എന്നുള്ളതൊക്കെ മക്കൾക്ക് അറിയാം. ഒരു ഹവർ, ഒരു ഇയറിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 86400. അല്ലെ, 86,400 സെക്കൻഡ് ഉണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം? ഭാഗങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. റെഡി അല്ലേ? സോ നെക്സ്റ്റ്, ത്രാസ് ഉപയോഗിച്ചാണ് വസ്തുക്കളുടെ മാസ് അളക്കുന്നത്. എത്രയാണ്? ത്രാസ് ഉപയോഗിച്ചാണ് വസ്തുക്കളുടെ മാസ് അളക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 86,400 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലാണ്? ഒരു ദിവസത്തിലാണ്? ഒരു മണിക്കൂറിൽ എത്രയാണ്? ഒരു മണിക്കൂറിൽ 3600 സെക്കൻഡ് ഉണ്ട്.
അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഡേല് അതാണ് 86,400 സെക്കൻഡ് കേട്ടോ. ഞാനൊരു വർഷം എന്ന് പറഞ്ഞു, സോറി. ഓക്കെ, ഒരു ഡേല് 86,400 സെക്കൻഡ് ഉണ്ട്. റെഡി? നൗ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വി യൂസ് സോ മെനി യൂണിറ്റ്സ് അതർ ദാൻ ദ മീറ്റർ ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ്. ഒരു ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മീറ്ററിനെ പുറമെ വേറെ കുറേ യൂണിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. വാട്ട് ഈസ് നോൺ ആസ് ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ? വാട്ട് ഈസ് നോൺ ആസ് ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ? ഭൂമിയിൽ നിന്ന് എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസിനെ നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലേ? അതായത് എർത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് സണ്ണിലേക്കുള്ള ഒരു ആവറേജ് എന്താണ് ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. റെഡി അല്ലേടാ? യെസ്. നെക്സ്റ്റ്, ഡിഫൈൻ എ ലൈറ്റ് ഇയർ. എന്താണ് ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം ഒരു വർഷത്തിൽ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ലൈറ്റ് എന്താണ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ, അതായത് 365 ദിവസത്തിൽ പ്രകാശം ഒരു സ്റ്റാർട്ട് ചെയ്ത് എത്ര ദൂരം വരെ സഞ്ചരിക്കുന്നു, അതിനെയാണ് നമ്മൾ 1 ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. എക്സ്പ്രസ് 1 ലൈറ്റ് ഇയർ ഇൻ കിലോമീറ്റർ. എത്രയാണ് 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ? 9.46 × 10⁻12 കിലോമീറ്റർ ആണുള്ളത്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 × 10⁻12, അതായത് 9.46. ആ 0.12 എന്താണ് ഡിജിറ്റ് അപ്പുറത്തേക്ക് എന്ത് ചെയ്യണം? എഴുതണം, അല്ലേ? സോ 9.46 × 10⁻12 കിലോമീറ്റർ എന്നുള്ളതാണ് എന്ത്? 1 ലൈറ്റ് ഇയറിൻ്റെ പിന്നെ കിലോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. വിച്ച് ആർ ദ യൂണിറ്റ് സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർസ് ഫോർ വേരിയസ് പ്രാക്ടിക്കൽ പർപ്പസ്? ഏതൊക്കെയാണെന്ന്? പാർസക്ക് ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ഇയർ. അതായത് 2 നക്ഷത്രങ്ങൾക്കിടയിലുള്ള ദൂരങ്ങളൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലൈറ്റ് ഇയർ, പ്രകാശവർഷം, പാർസക്. ഏറ്റവും വലിയ യൂണിറ്റ്, നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് വരുന്നത് എന്താണ്? പാർസക് ആണ്. പാർസക് അതെന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ ആണ്. 1 parsec is equal to 3.26 ലൈറ്റ് ഇയർ ആണ് 1 parsec എന്ന് പറയുന്നത്. സെറ്റ് അല്ലടാ? സോ എന്താണ് നീളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലെങ്ത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. ലെങ്ത്തിന്റെ ചെറിയ യൂണിറ്റുകളൊക്കെ വരികയാണെങ്കിൽ എന്താണ് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ ആണ്. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ ആണ്. എന്താ 10⁻² എന്ന് പറഞ്ഞാൽ 1/100 ആണ്. ഈ 2 0 മുകളിലേക്ക് വരുന്ന സമയത്താണ് 10⁻² എന്ന് നമുക്ക് എഴുതാൻ പറ്റുക. ഇനി 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ 10⁻³ മീറ്റർ ആണ്. എന്താ 10⁻³ 1/1000 മീറ്ററിനാണ് നമ്മൾ 10⁻³ മീറ്റർ എന്ന് വിളിക്കാം. എന്താണ് മൈക്രോമീറ്റർ. 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻6 മീറ്റർ ആണ്. 10⁻6 മീറ്റർ ആണ്. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാലോ നമ്മൾ പഠിച്ചതാണ്. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10⁻9 മീറ്റർ ആണ്. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ മക്കൾ? നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇത് ലെങ്ത്തിന്റെ ചെറിയ യൂണിറ്റുകളാണ്, നീളത്തിന്റെ ചെറിയ യൂണിറ്റുകളാണ്. ഇനി വലിയ യൂണിറ്റുകളിലേക്ക് വരുമ്പോൾ സമയത്ത് എന്താണ്? 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതുപോലെ തന്നെ എന്താണ് 1 ലൈറ്റ് ഇയർ, 1 പാർസക്ക്, ഇതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷത്തിൽ സഞ്ചരിക്കുന്ന ദൂരം. സോ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമയത്തിന്റെ യൂണിറ്റ് അല്ല, മറിച്ച് അതൊരു ഡിസ്റ്റൻസിന്റെ, ദൂരത്തിന്റെ യൂണിറ്റ് ആണെന്നുള്ള കാര്യം കൂടി പഠിച്ചു വെക്കാം കേട്ടോ. ഞാൻ അതിന്റെ മലയാളം കൊടുത്തിട്ടുണ്ട്. അടിസ്ഥാന യൂണിറ്റായ മീറ്റർ കൂടാതെ നീളം അല്ലെങ്കിൽ ദൂരം കണക്കാക്കുവാൻ പ്രായോഗിക ആവശ്യങ്ങൾക്കായി ധാരാളം യൂണിറ്റുകൾ നാം ഉപയോഗിക്കുന്നു. ഓക്കെ, ശരാശരി ഏതാണ് അളക്കുന്നത്? ശരാശരി യൂണിറ്റ്, അതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. പ്രകാശവർഷം എന്നാൽ എന്ത്? ഇത് എത്ര കിലോമീറ്റർ ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. നെക്സ്റ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. 3 ഇമ്മിസിബിൾ ലിക്വിഡ്സ്. ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ മിക്സ് ആവാത്ത അല്ലെങ്കിൽ പരസ്പരം ചേരാത്ത, ലയിക്കാത്ത ലിക്വിഡ്സ്. ABC ആർ ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു. Write down the names of the liquids in the ascending order അല്ലെങ്കിൽ increasing order of density. ഇതിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഏതിനാണുള്ളത്, ഏറ്റവും കുറവ് സാന്ദ്രത ഏതിനാണുള്ളത് എന്നുള്ള. നമുക്കറിയാം ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലായിരിക്കും, ഡെൻസിറ്റി കൂടിയത് താഴെ ആയിരിക്കും, അല്ലേ? അതായത് ലിക്വിഡിൽ അല്ലെങ്കിൽ ദ്രാവകത്തിൽ ഡെൻസിറ്റി കുറഞ്ഞതായിരിക്കും ഏറ്റവും മുകൾ ഭാഗത്തുണ്ടാവുക, ഡെൻസിറ്റി കൂടിയതാണ് ഏറ്റവും താഴ്ഭാഗത്തുണ്ടാവുക. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ആർക്കാണുള്ളത്? എക്കാണ്, പിന്നെ ബിക്കാണ്, പിന്നെ സിക്കാണ്. സോ ദ അസെൻഡിങ് ഓർഡർ, കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും കുറവ് ആർക്കാണ്? സിക്കാണ്, പിന്നെ ബിക്കാണ്, പിന്നെ എക്കാണ്. ഈ രീതിയിലാണ് സാന്ദ്രതയുടെ
എന്താണ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഈ ഒരു ദ്രാവകങ്ങളുടെ സാന്ദ്രത കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദ ഫോളോയിങ് ഇൻ ഇറ്റ്സ് SI യൂണിറ്റ്. ഓരോന്നും അതിൻ്റെ SI യൂണിറ്റ് അല്ലേ, SI യൂണിറ്റിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഫണ്ടമെന്റൽ അടിസ്ഥാന യൂണിറ്റുകൾ 7 ഉണ്ട് അല്ലേ, 7 ഉണ്ട്. ഏതൊക്കെയാണ്? ലെങ്ത് അല്ലേ, ലെങ്ത്തിന്റെ അതിൻ്റെ യൂണിറ്റ് വരുന്നത് അടിസ്ഥാന ക്വാണ്ടിറ്റീസ്, അടിസ്ഥാന അളവുകൾ 7 ഉണ്ട്. അതിൻ്റെ യൂണിറ്റുകളും അറിയാം അല്ലേ. നീളത്തിൻ്റെത് മീറ്റർ ആണ്, അതുപോലെ തന്നെ ടൈമിൻ്റെത് സെക്കൻഡ് ആണ്, മാസിൻ്റെത് കിലോഗ്രാം ആണ്, അതുപോലെ തന്നെ കറണ്ടിൻ്റെത് ഇലക്ട്രിക് കറണ്ടിൻ്റെത് ആംബിയർ ആണ്, പിന്നെ ടെമ്പറേച്ചറിൻ്റെത് കെൽവിൻ ആണ് അല്ലേ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ്, ലുമിനസ് ഇൻറ്റൻസിറ്റി കാൻഡിൽ ആണ്, ടെമ്പറേച്ചർ താപനിലൻ്റെത് കെൽവിൻ ആണ്. ഇതൊക്കെ നമുക്കറിയാം. ഇനി ഇത് ആ ഒരു അതായത് ഫണ്ടമെന്റൽ യൂണിറ്റുകളിലേക്ക് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകളിലേക്ക് അല്ലെങ്കിൽ SI യൂണിറ്റുകളിലേക്ക് മാറ്റാനാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ നോക്കൂ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് ആണോ? അല്ല, അതിനെന്തിലേക്ക് മാറ്റണം? SI യൂണിറ്റ് ആയിട്ടുള്ള സെക്കൻഡിലേക്ക് മാറ്റണം. സോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. നെക്സ്റ്റ് 500 മില്ലിമീറ്റർ ആണ്. 500 മില്ലിമീറ്റർ ആണ് ഇവിടെ തന്നത്. എന്താണ് നീളത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സോ 500 മില്ലിമീറ്ററിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. സോ 500 മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻറ്റു 10⁻³ എന്ന് ചെയ്താൽ മതി. 10⁻³ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഡിവൈഡഡ് ബൈ 1000 ആണ്. എന്ത്? 10⁻³ എന്ന് പറഞ്ഞാൽ ആ 3 0 മുകളിലേക്ക് വരുന്ന സമയത്താണ് 10⁻³ ആവുക. സോ 500/1000 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 അല്ലെങ്കിൽ 0.5 ആണ്. 0.5 മീറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് 2 കിലോമീറ്റർ. ഒരു കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ് അല്ലെ. ഒരു KB എന്ന് പറഞ്ഞാൽ 1 kB എന്നാ അല്ലെ, അല്ലെങ്കിൽ 1 K ലൈക്ക് എന്ന് പറഞ്ഞാൽ 1000 ലൈക്ക് എന്ന അർത്ഥം. സോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ആണ്. സോ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ ആണ്. സോ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ ആണെന്നുള്ള കാര്യം ഓർക്കുക. കാരണം മീറ്ററിന്റെ ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ് വരുന്നത്. നെക്സ്റ്റ് 250 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാലോ 250 ഇൻറ്റു സെന്റി എന്ന് പറഞ്ഞാൽ 10⁻² ആണ്. ഡിവൈഡഡ് ബൈ 100 ചെയ്യണം അല്ലേ. സോ 250 ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ അത്ര മീറ്റർ കിട്ടും. അത് എത്രയാണ്? 2.5 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ SI യൂണിറ്റിലേക്ക് മാറ്റാൻ നമ്മളോട് ചോദിക്കാറുണ്ട്. മക്കൾ അടിപൊളിയായിട്ട് ആ ഭാഗങ്ങൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ സ്ട്രേഞ്ച് വൺ ഫ്രം ദ ഫോളോയിങ്. താഴെയുള്ളതിൽ നിന്ന് ഒറ്റപ്പെട്ടത് എടുത്തെഴുതാനാണ് ചോദിച്ചത്. ഹൗ ഇറ്റ് ഈസ് ഡിഫർ ഫ്രം അതേഴ്സ്. അതെങ്ങനെയാണ് ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായത് എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം? പറയണം. നോക്ക്, സെക്കൻഡ് ഉണ്ട്, മിനിറ്റ് ഉണ്ട്, പാർസെക് ഉണ്ട്, ഹവർ ഉണ്ട്. ഇതിൽ സെക്കൻഡ്, മിനിറ്റ്, ഹവർ എന്താണ്? ടൈമിന്റെ യൂണിറ്റുകളാണ് അല്ലെ, സമയത്തിന്റെ യൂണിറ്റുകളാണ്. എന്നാൽ പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡിസ്റ്റൻസിന്റെ അല്ലെ, ദൂരത്തിന്റെ നീളത്തിന്റെ എന്താണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ഏറ്റവും വലിയ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് പാർസെക് എന്ന് പറയുന്നത്. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കാം. നെക്സ്റ്റ്, കിലോഗ്രാം മീറ്റർ. കിലോഗ്രാം മീറ്റർ ഉണ്ട്. ഓക്കെ, ബി ആണ്, ബിത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എല്ലാം നോക്കാം അല്ലെ. കിലോഗ്രാം മീറ്റർ ഉണ്ട്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ കെൽവിൻ ഉണ്ട്, ആംബിയർ ഉണ്ട്, കെൽവിൻ ഉണ്ട്. ഓക്കെ, ഈ 3 എണ്ണമാണ് കേട്ടോ ആദ്യം നോക്കേണ്ടത്. ആദ്യം ഈ 3 എണ്ണം നോക്കാം. ഈ 3 എണ്ണത്തിൽ കിലോഗ്രാം മീറ്റർ ഉണ്ട്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉണ്ട്, കെൽവിൻ. ഇതിൽ ഒറ്റപ്പെട്ടതാണ് കെൽവിൻ. ഇതൊക്കെ ഡിറൈവഡ് യൂണിറ്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ പിന്നെ എന്താണ്? പുതിയതായിട്ട് ഉണ്ടാക്കിയ യൂണിറ്റ് ആണ്. കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ഇൻറ്റു മീറ്റർ ആണ് അല്ലെ, കിലോഗ്രാം ഇൻറ്റു മീറ്റർ ആണ്. ഇത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. എന്നാൽ കെൽവിൻ എന്ന് പറഞ്ഞാൽ അത് SI യൂണിറ്റ് ആണ്. സോ ഇതിൽ പെടാത്തത് ഏതാണ്? കെൽവിൻ ആണ്. അത് ഒരു SI യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. നെക്സ്റ്റ്, ആംബിയർ, കെൽവിൻ, ന്യൂട്ടൺ, മോൾ. ഈ ആംബിയറും കെൽവിനും മോളും എന്താണ്? SI യൂണിറ്റ് ആണ്. പക്ഷേ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ഡിറൈവഡ് ക്വാണ്ടിറ്റി ആണ് അല്ലടാ. ഡിറൈവഡ് ക്വാണ്ടിറ്റി, അതായത് ഫോഴ്സിന്റെ എന്താണ്? യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. സോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SI യൂണിറ്റിൽ വരുന്നതാണോ? അല്ല. ബാക്കിയുള്ളത് ആംബിയർ ആയതാണ്? ഇലക്ട്രിക് കറന്റ് ആണ്, വൈദ്യുത അല്ലെ, പിന്നെ പ്രവാഹത്തിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. കെൽവിൻ എന്ന് പറഞ്ഞാൽ താപനില, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ്. മോൾ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലെ, പദാർത്ഥങ്ങളുടെ അളവിന്റെ യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല മക്കളെ. സോ ഈ ചാപ്റ്ററിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് മക്കളെ. എന്ത് ചെയ്യുക? അടിപൊളിയായി നോക്കുക.
ലെങ്ത്തിൻ്റെ വലിയ യൂണിറ്റ്, ചെറിയ യൂണിറ്റ്, മാസിൻ്റെ ചെറിയ യൂണിറ്റ്, വലിയ യൂണിറ്റുകൾ, ടൈമിൻ്റെ അല്ലേ കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ഡെൻസിറ്റി അല്ലേ, അല്ലെങ്കിൽ വോളിയം, ഈ കാര്യങ്ങളുടെ ഒക്കെ പിന്നെ എന്ത് ചെയ്യുക, യൂണിറ്റുകൾ നോക്കുക. അതുപോലെ തന്നെ എന്താണ് ഒരു യൂണിറ്റിൽ നിന്ന് SI യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. സോ അതൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് നോക്കുക കേട്ടോ. റെഡി? സോ നമുക്ക് നെക്സ്റ്റ് നമ്മൾ മോഷൻ അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതിപ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ദ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഈസ് കാൾഡ്. നോക്കണേ, ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയെ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയെ പ്രതിപാദിക്കാൻ അടിസ്ഥാനമാക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ അവലംബ വസ്തു എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഹാവിങ് യൂണിഫോം വെലോസിറ്റി. നോക്കണേ, സമപ്രവേഗത്തിലുള്ള ഒരു വസ്തുവിന്റെ ത്വരണം എന്ന് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. അതായത് പിന്നെ എന്താണ്, പ്രവേഗത്തിലുള്ള വ്യത്യാസം ഡിവൈഡ് ബൈ സമയമാണ്. ഇവിടെ സമപ്രവേഗം എന്ന് പറഞ്ഞാൽ പ്രവേഗത്തിൽ വ്യത്യാസം ഉണ്ടോ, അവിടെ മുകളിൽ 0 വരും. സോ ആൻസർ എന്താണ്, ആക്സിലറേഷനും അപ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്. നോക്കണേ, ദൂരം എല്ലായ്പ്പോഴും സ്ഥാനാന്തരത്തേക്കാൾ കൂടുതലായിരിക്കും. കമന്റ് ടു ദിസ് സ്റ്റേറ്റ്മെന്റ്. ശരിയാണോ? ദൂരം എപ്പോഴും സ്ഥാനാന്തരത്തേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? നോക്കണേ, ഡിസ്റ്റൻസ് മേ ബി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ദൂരം എന്താണ്, ചിലപ്പോൾ എന്താണ്, ഈ സ്ഥാനാന്തരത്തിന് തുല്യമോ അല്ലെങ്കിൽ കൂടുതലോ അങ്ങനെയാണ് പറയാം. കാരണം ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ ഒരാൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്, സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അയാൾ ഇവിടെ എത്തി. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ദൂരവും അതുപോലെ തന്നെ സ്ഥാനാന്തരവും, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. നേരെ മറിച്ച് അയാൾ തിരിച്ചിതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കുറയും. കാരണം ഇനീഷ്യൽ ടു ഫൈനൽ, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ദൂരമാണ് ആക്ച്വലി എന്ത് പറയുന്നത്, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്ന് വിളിക്കുന്നത് അല്ലേ. ഇവിടുത്തെ കേസിൽ തിരിച്ചയാൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്. കാരണം ടോട്ടൽ പാത്ത് കവേർഡ്, അയാൾ എത്ര പാത്ത് അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചു, അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ് വരുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആ ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കാം. സോ ഡിസ്റ്റൻസ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാൻ പറ്റൂല. ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ സാധിക്കും. കാര്യം മനസ്സിലായില്ലേ? നെക്സ്റ്റ്, എൻ ഒബ്ജക്ട് മൂവ്സ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. എൻ ഒബ്ജക്ട് മൂവ്സ് ഫ്രം പിയിൽ നിന്ന് ആൻഡ് റീച്ചസ് ആറിലേക്ക് എത്താണ് വിയ ക്യൂയിലൂടെയാണ് പോകുന്നത്. വിത്ത് യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ടേക്സ് 10 seconds ഫോർ ട്രാവൽ, അത് സഞ്ചരിക്കാൻ 10 സെക്കൻഡ് എടുത്താൽ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഈ വസ്തു എന്താണ്, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് സഞ്ചരിക്കാൻ എടുത്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ, ഇവിടെ മുതൽ ഇവിടെ വരെ, ക്യൂ വരെ 60 മീറ്റർ ആണ്, ക്യൂ മുതൽ R വരെ 60 മീറ്റർ ആണ്. സോ 60 + 80 ആൻസർ എത്ര വരാം, 60 + 80 നമുക്ക് ആൻസർ കിട്ടുക 140 മീറ്റർ ആയിരിക്കും ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? സ്ഥാനാന്തരം എന്തായിരിക്കും? പിയിൽ നിന്നും 6 വരെ അല്ലേ, ഇവിടെയാണ് തുടങ്ങിയത്, പിയിൽ നിന്ന് തുടങ്ങി 6ൽ അവസാനിച്ചു. സോ പി മുതൽ 6 വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക, നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്ന് വിളിക്കുക. അത് എത്രയാണ്, 110 മീറ്റർ ആണ്. റെഡി അല്ലടാ? നെക്സ്റ്റ്, ഫൈൻഡ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് സ്പീഡ്. സോ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 140 ആണ്. 140 രൂപ. ടൈം എത്രയാണ്, അയാൾ എടുത്ത ടൈം എത്രയാണ്, 10 സെക്കൻഡ് ആണ്. സോ ഇവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൂരം അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 114 ആണ് അല്ലേ. 14 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും, 14 മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ വാട്ട് ഈസ് ദ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണ്, സ്ഥാനാന്തരം ഡിവൈഡ് ബൈ സമയമാണ് പ്രവേഗം എന്ന് പറയുന്നത്. സോ അതെത്രയാണ്, 110 ഡിവൈഡഡ് ബൈ എത്രയാണ്, 10. ആൻസർ എത്ര കിട്ടുക, 11 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം വെലോസിറ്റിയും, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം എന്താണ്, സ്പീഡുമാണ്. കാര്യം ഓർക്കുക കേട്ടോ. ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് യൂണിഫോം. ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്താണ്, യൂണിഫോം ആണോ? കാരണം അതായത് പി മുതൽ ക്യൂ വരെ യൂണിഫോം ആണ്
അല്ലേ? നേരെ മറിച്ച് ക്യൂയിൽ നിന്ന് പിന്നെ R വരെയുള്ളത് യൂണിഫോമാണ്. എന്നാൽ ഈ P മുതൽ Qയിലൂടെ Rലെത്തിയപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറിയില്ലേ? ഡയറക്ഷൻ മാറി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ചേഞ്ച് ചെയ്തു എന്നാ, അല്ലേ? അതായത് ഒരു വസ്തുവിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ദിശ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. കാരണം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, അല്ലേ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സദിശ അളവാണ്. വെലോസിറ്റി സദിശ അളവാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും അതിൻ്റെ ഡയറക്ഷനെയും ദിശയെയും സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറും എപ്പോൾ? ഡയറക്ഷൻ, ദിശ മാറിക്കഴിഞ്ഞാൽ. സോ പിയിൽ നിന്ന് തുടങ്ങി ക്യൂവിലെത്തി, ക്യൂവിൽ നിന്ന് ദിശ മാറിയല്ലോ. സോ അവിടുത്തെ വെലോസിറ്റി ഒരിക്കലും യൂണിഫോം ആണ് അല്ലെങ്കിൽ ഒരു സമപ്രവേഗമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയൂല. ഓക്കെ അല്ലടാ? സോ നെക്സ്റ്റ്, യെസ്, ആ ക്വസ്റ്റ്യൻ എടുക്കില്ല, ഈ ക്വസ്റ്റ്യൻ എടുക്കാം. എ കാർ ട്രാവൽസ് ദ ഫസ്റ്റ് 400 മീറ്റർ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഒരു കാർ എന്ത് ചെയ്തു? 400 മീറ്റർ സഞ്ചരിച്ച ദൂരം എന്ന് അതിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദ നെക്സ്റ്റ് 1200 മീറ്റർ വിത്ത് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലാസ്റ്റ് 360 മീറ്റർ വിത്ത് സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. അലോങ് എ സ്ട്രെയിറ്റ് റോഡ്, ഒരു സ്ട്രെയിറ്റ് റോഡിലൂടെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ? കാർ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? സോ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് ഇവിടുന്ന് കണ്ടൂടെ? 400 പ്ലസ് 1200 പ്ലസ് 360, അത് എത്രയാണ്? 400 പ്ലസ് 1200 പ്ലസ് 360, എത്രയുടെ ആൻസർ വരിക? 6 ഇവിടെ കിട്ടും. 5 and 9 അല്ലേ? 1960 മീറ്റർ ആണ് ടോട്ടൽ ഈ ഒരു കാർ സഞ്ചരിച്ചത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് ദ ജേർണി? എത്ര സമയം എടുത്തിട്ടുണ്ട് നോക്കണേ. യെസ്, കാർ സഞ്ചരിക്കാൻ എടുത്ത ആകെ സമയം കിട്ടാൻ സഞ്ചരിക്കാൻ എടുത്ത ആകെ സമയം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? സോ സമയം കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? സോ നമുക്ക് ആദ്യം 400 മീറ്റർ സഞ്ചരിച്ചപ്പോൾ എത്ര സമയം എടുത്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ, ഡിസ്റ്റൻസ്, അതായത് നമുക്ക് നമുക്കറിയാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 400 ഡിവൈഡഡ് ബൈ ടൈം അല്ലടാ. ഈ ടൈം കിട്ടാൻ ഈ ടൈമിന് എങ്ങോട്ട് കൊണ്ടുവരാ? 8 എങ്ങോട്ട് കൊണ്ടുവന്നാ പോരെടാ. സോ നോക്കണേ, 400 ഡിവൈഡ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസിൽ 400 മീറ്റർ സഞ്ചരിച്ചപ്പോൾ എത്ര സമയം എടുത്തു എന്ന് പറഞ്ഞാൽ 400 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സമയം കിട്ടും. അപ്പോൾ എത്രയാണ്? 50 സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ? 40 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 5 ആണ്. 50 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് ഇതാണ്. രണ്ടാമത്തത് അതെത്ര അല്ലേ? 1200 മീറ്റർ വിത്ത് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ 1200 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര സമയം എടുക്കൂലേ? സമയം എത്ര എന്നുള്ളത് കിട്ടൂലേ? സോ 120 സെക്കൻഡ് എന്ന് കിട്ടി. നെക്സ്റ്റ് നോക്കണ്ട കേട്ടോ, 360 മീറ്റർ വിത്ത് സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. സോ മൂന്നാമത്തെ ആ ഒരു ടൈം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 360 ഡിവൈഡഡ് ബൈ 12 എന്ന് ചെയ്താൽ മതി. ഇത് നമുക്ക് 3 എന്ന് കിട്ടും. ആക്ച്വലി 30 സെക്കൻഡ്. സോ ടോട്ടൽ സമയം എത്രയാണ്? 50 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ 80 ആണ്. 80 പ്ലസ് 120 എന്ന് പറഞ്ഞാൽ 200 ആണ്. ടോട്ടൽ അതെടുത്ത സമയം എന്ന് പറഞ്ഞാൽ 200 സെക്കൻഡ് ആണ്. സോ ഈ കാറ് ഏകദേശം 1960 മീറ്റർ സഞ്ചരിക്കാൻ അത് എത്ര ദൂരം സമയം എടുത്തോടാ? 200 സെക്കൻഡ് എടുത്തു. നെക്സ്റ്റ്, കാറിന്റെ ശരാശരി വേഗം. കാൽക്കുലേറ്റ് ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ ശരാശരി ആവറേജ് എന്ന് കിട്ടുക. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 1960. ഇനി ടോട്ടൽ ടൈം എത്രയാണ്? 200 സെക്കൻഡാണ്. സോ ഇത് കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, 19 അല്ലേ, 19.6 എന്ന് പറഞ്ഞാൽ 9.8 അല്ലേ, 9.8 അല്ലേ ആവറേജ് വെലോസിറ്റി അല്ലേ, മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എത്രയാണ്? 9.8 അല്ലേ. 19.6ന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് വേഗത, എന്താണ് ദൂരം, എന്താണ് സ്ഥാനാന്തരം, എന്താണ് വേഗത, എന്താണ് പ്രവേഗം, വാട്ട് ഈസ് സ്പീഡ്, വാട്ട് ഈസ് വെലോസിറ്റി, എന്താണ് ആക്സിലറേഷൻ, ത്വരണം എന്താണെന്നുള്ളതും കൂടി ഇതിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് അല്ലേ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് വെലോസിറ്റി, അല്ലെങ്കിൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് ആക്ച്വലി എന്ത് ആക്സിലറേഷൻ, ത്വരണം എന്ന് പറയുന്നത്. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഉഷാറായിട്ട് നോക്കുക കേട്ടോ.
സോ നെക്സ്റ്റ് മക്കളെ ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് നെക്സ്റ്റ് നമ്മൾ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് പ്രഷർ ആണല്ലോ. നെക്സ്റ്റ്, യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെയാണ് നമ്മൾ മർദ്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ. റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് പ്രഷർ. പ്രഷർ കണക്കാക്കാനുള്ള അല്ലെങ്കിൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ത്രസ്റ്റ് ബൈ ഏരിയ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ അല്ലേ, ലംബമായ ബലം ഡിവൈഡഡ് ബൈ പരപ്പളവ് എന്നുള്ളതാണ് എന്ത് പ്രഷർ കാണാൻ അല്ലെങ്കിൽ മർദ്ദം കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ? പ്രഷറിന്റെ യൂണിറ്റ് വരുന്നത് പാസ്കൽ ആണ്. എന്താണ്? പാസ്കൽ. നെക്സ്റ്റ്, സൈറ്റ് an example for situation where area is reduced to increase pressure. നോക്കണേ മക്കളെ, പ്രഷർ എന്താണ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏരിയ റെഡ്യൂസ് ചെയ്ത സ്ഥലം, നൈഫ് അല്ലേ, നമ്മുടെ വീടിലൊക്കെ കത്തി, ആ കത്തിയുടെ പിന്നെ നമ്മൾ ആ ഒരു കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ വളരെ എന്തായിരിക്കും? തിന്നായിരിക്കും, അല്ലെങ്കിൽ ഏരിയ വളരെ റെഡ്യൂസ് ആയതായിരിക്കും. എന്തിന് റീസൺ? നമ്മൾ പതിയെ ഒരു എന്താണ് ഫോഴ്സ് കൊടുത്താൽ തന്നെ നല്ലൊരു പ്രഷർ അല്ലെങ്കിൽ നല്ലൊരു മർദ്ദം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കത്തിയുടെയൊക്കെ ആ ഒരു കട്ടിങ് പോർഷൻ എന്ത് ചെയ്യുന്നത്? തിന്നാക്കി അതിൻ്റെ ഏരിയ വളരെ കുറവാക്കുന്നത്. റെഡിയല്ലേ? സോ അതാണ് അതിൻ്റെ പിന്നെ ഒരു എക്സാമ്പിൾ. ഇനി യാത്രാ ബാഗുകളിൽ വള്ളിക്ക് വീതി കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഈ യാത്രാ ബാഗുകളുടെയൊക്കെ നമ്മുടെ ഷോൾഡറിൽ ഇടുന്ന ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, അതിന് നല്ല വീതിയാണ് അല്ലെങ്കിൽ നല്ല വിടുത്തുണ്ട്. എന്തേ കാര്യം? വീതി കൂടിയാൽ, ഏരിയ കൂടി കഴിഞ്ഞാൽ പ്രഷർ കുറയും അല്ലേ. നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു ത്രസ്റ്റ് ഡിവൈഡ് ബൈ ഏരിയ ആണ് അല്ലേ. താഴെയുള്ള ഡിനോമിനേറ്റർ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എത്ര വെയിറ്റ് നമുക്ക് താങ്ങാൻ പറ്റും എന്നുള്ളതാണ്. സോ പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു യാത്രാ ബാഗുകളുടെ ആ ഒരു നമ്മൾ ഷോൾഡർ ഇടുന്ന ആ ഒരു ഭാഗത്തിന്റെ ഏരിയ കൂട്ടുന്നത്. നെക്സ്റ്റ് നോക്ക്, ഇറ്റ് ഈസ് എ പേഴ്സൺ ലൈയിങ് സേഫ്ലി ഓൺ നെയിൽ ബഡ്. ഇവിടെ നോക്കണേ, ഒരു ആണിയുടെ ബെഡിൽ നോക്കണേ സുരക്ഷിതമായിട്ട് എന്താണ് ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. വാട്ട് ഈസ് ദ സയൻസ് ഓഫ് ദിസ്? എന്തേ കാര്യം? ഇദ്ദേഹം എന്താണ് ആ ആണിയുടെ ഒരുപാട് ആണികൾ നിരത്തി വെക്കുന്ന സമയത്ത് അയാളിൽ അനുഭവപ്പെടുന്ന പ്രഷർ കുറവായിരിക്കും. കാരണം എന്താണ്? ഏരിയ അയാൾ ഒരുപാട് മീൻസ് മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ. സോ അവിടുത്തെ ഏരിയ കുറവാണ്. സോ ഏരിയ കുറവല്ല, കൂടുതലാണ്. സോ എന്താണ് പരപ്പളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രഷർ കുറയും എന്നുള്ളതാണ്. സോ എന്താണ് ഇയാൾ ഇത്രയും പരപ്പളവ് അല്ലെങ്കിൽ ഇത്രയും ഏരിയ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ പ്രഷർ വളരെ അധികം കുറവായിരിക്കും. നേരെ മറിച്ച് ഒരൊറ്റ ആണിയാണെങ്കിൽ വിവരം അറിയും അല്ലേ. ഒറ്റ ആണിയാണെങ്കിൽ എന്താണ്? പ്രഷർ വളരെ കൂടുതലായിരിക്കും, കാരണം ഏരിയ വളരെ കുറവാണ്. ഒരുപാട് ആണി ഉള്ളത് കൊണ്ട് തന്നെ അയാൾ ആ ആണിയുടെ മൊത്തം പ്രഷർ മൊത്തത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഗിവ് ആൻ എക്സാമ്പിൾ വേർ ദിസ് പ്രിൻസിപ്പിൾ ഈസ് മെയ്ഡ് യൂസ് ഓഫ്. ഇവിടെയാണ് അല്ലേ ഗിവ് ആൻ എക്സാമ്പിൾ, ഈ തത്വം പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഉദാഹരണം എഴുതാന്നുള്ളതാണ് അല്ലേ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ ഏരിയ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയുന്ന ഒരു സന്ദർഭം പറഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നൈഫിൻ്റെ കേസിൽ ഏരിയ കുറവാണ്. ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ് പിന്നെ ഒരു ഉദാഹരണം അല്ലേ, നമ്മൾ ആ ബാഗിൻ്റെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ആ ഒരു എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ പറയാം. ഓക്കെ, വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, നമ്മൾ മക്കൾ നോക്കുക കേട്ടോ. നെക്സ്റ്റ്, 3 identical balloons are fixed on a PVC pipe as shown അല്ലേ. ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? 3 ബലൂൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ് വാട്ടർ ഈസ് ഫില്ലഡ് ഇൻ ദ പൈപ്പ്, വിച്ച് ബലൂൺ ഈസ് സ്വെൽ അപ്പ് മോർ? ഏറ്റവും കൂടുതൽ എന്താണ് സ്വെൽ ചെയ്യുന്നത് അല്ലെങ്കിൽ വീർക്കുന്ന ബലൂൺ ഏതായിരിക്കും? താഴെയുള്ളതായിരിക്കും. എന്താ റീസൺ? കാരണം എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് നോക്കണം കേട്ടോ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ലിക്വിഡ് പ്രഷർ? ഓക്കെ, ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഡെപ്ത് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? പ്രഷർ കൂടും എന്നുള്ളതാണ്. എവിടെയാണോ നമ്മൾ അതായത് ആ വാട്ടറിന്റെ ലെവൽ എവിടെ എന്നുള്ളത്, ആ ലെവലിൽ നിന്ന് താഴോട്ട് ഡെപ്ത് കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ കൂടും. കാരണം പ്രഷറിന്റെ ഇക്വേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു H ഇൻറ്റു റോ ഇൻറ്റു G ആണ്. എന്താണ് H എന്ന് പറഞ്ഞാൽ? ഡെപ്ത് ആണ്, അല്ലെങ്കിൽ ലെവലിൽ നിന്ന് താഴോട്ടുള്ള ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? H എന്ന് വിളിക്കുക. സോ ഇവിടെ ഇതിന് ഫുൾ എന്ത് ചെയ്തു? വെള്ളം നിറച്ചു. വെള്ളം നിറച്ചാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരം H1 ആണ്.
ഇവിടം മുതൽ ഇവിടം വരെയുള്ള ദൂരം h2 ആണ്, ഇവിടം മുതൽ ഇവിടം വരെയുള്ള h3 ആണ്. ഏറ്റവും കൂടുതൽ h ഏതായിരിക്കും ഉണ്ടാവുക? ഈ താഴെയുള്ള ബലൂൺ ആണല്ലോ. സോ ഈ ദൂരം അല്ലെങ്കിൽ ലെവലിൽ നിന്ന് ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ടുള്ള ദൂരം ഏതിനാണോ കൂടുതൽ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ h ഉണ്ടാവുക. h ഉണ്ടായിക്കഴിഞ്ഞാൽ, h കൂടിക്കഴിഞ്ഞാൽ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം നന്നായിട്ട് കൂടും എന്നുള്ളതാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലിക്വിഡ് പ്രഷർ? ലിക്വിഡ് പ്രഷറിനെ അല്ലെങ്കിൽ ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്? ഒന്ന് ഡെപ്ത്, അതിൻ്റെ ആ ഒരു ആഴം അല്ലേ. രണ്ടാമത്തത് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു ദ്രാവകത്തിന്റെ എന്താണ് സാന്ദ്രത. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ ത്വരണമാണ്. റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഫോർ ലിക്വിഡ് പ്രഷർ. ലിക്വിഡ് പ്രഷറിന്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി h × ρ × g ആണ്. സോ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. സോ ഇവിടുത്തെ കേസിൽ ഏറ്റവും കൂടുതൽ അല്ലെ താഴോട്ട് വരുന്തോറും പ്രഷർ എന്ത് ചെയ്യും? കൂടും എന്നുള്ളതാണ് അല്ലേ. നമ്മൾ പിന്നെ കുളത്തിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുമ്പോഴാണ്, താഴ്ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുക. താഴ്ഭാഗത്ത് നിൽക്കുമ്പോഴാണ്. സോ സർഫസിൽ നിന്ന് താഴോട്ട് വരുന്തോറും അതിന്റെ പ്രഷർ, ലിക്വിഡ് പ്രഷർ കൂടും എന്നുള്ള പോയിന്റ് മക്കൾ എന്ത് ചെയ്യണം? ഓർക്കണം. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായി ബന്ധപ്പെട്ട അല്ലെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ബാരോമീറ്റർ ആണ്. അത് അളക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബാർ ആണ്. ഓക്കെ, ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ദ സ്പീഡ് ഓഫ് ബോൾ റോളിംഗ് ഓൺ ഗ്രൗണ്ട് ഡിക്രീസസ്. നോക്കണേ, റോളിംഗ് ആൻ ഒബ്ജക്ട് ഈസ് ഈസിയർ ദാൻ സ്ലൈഡിങ്. എന്തേ കാര്യം? വൈ? എന്താ അതിന്റെ റീസൺ? ഒരു വസ്തു ഉരുട്ടി നീക്കുന്നത് എന്താണ്? നിരക്കി നീക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. കാരണം റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ അല്ലേ. അതായത് എന്താണ്? അതായത് ഇങ്ങനെ ഉരുട്ടുന്നത് എന്താണ്? അല്ലെങ്കിൽ ഉരുട്ടുന്ന അല്ലെങ്കിൽ എന്താണ് ഉരുളൽ ഘർഷണം എന്താണ് നീങ്ങൽ ഘർഷണത്തെക്കാൾ കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സയൻസ് വരുന്നത് അല്ലെ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ്റെ അല്ലെങ്കിൽ ഘർഷണത്തിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഗുണം എന്താണ്? നമുക്കൊരു വസ്തു പിടിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനം അല്ലെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം നിൽക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഫ്രിക്ഷൻ്റെ ആവശ്യമുണ്ട്. നേരെ മറിച്ച് ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്? പോരായ്മകൾ അല്ലെങ്കിൽ അതിൻ്റെ കുറവുകൾ എന്താണ്? നമ്മുടെ വിയർ ആൻഡ് ടിയർ അല്ലേ, തേയ്മാനങ്ങളൊക്കെ സംഭവിക്കും. നമ്മുടെ ചെരുപ്പുകളൊക്കെ തേയ്മാനമൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടയറുകളൊക്കെ തേയ്മാനം സംഭവിക്കാൻ ഫ്രിക്ഷൻ്റെ കാരണമാണ്. സജസ്റ്റ് 3 മെത്തേഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറക്കാനുള്ള 2-3 മെത്തേഡ്സ് ഒന്ന് പറയാം. ഒന്നെന്താ? ലൂബ്രിക്കേഷൻ യൂസ് ചെയ്യുക, അതായത് ഗ്രീസ്, ഓയിൽസ് സംഭവങ്ങൾ യൂസ് ചെയ്യുക. പിന്നെന്താ? ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ ബോൾ ആൻഡ് ബിയർ അല്ലേ, എന്താ നമ്മൾ ചെറിയ ചെറിയ അല്ലെ രണ്ട് ഉരസുന്ന സംഭവങ്ങൾക്കിടയിൽ ചെറിയ ബോൾസ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും. ആ ഒരു പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക മക്കൾ ഓർക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് ദ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ തുടക്കത്തിൽ എന്താണ് ഫ്രിക്ഷൻ അല്ലേ, ഫോഴ്സസ് 2 തരം, കോണ്ടാക്ട് ഫോഴ്സസും നോൺ കോണ്ടാക്ട് ഫോഴ്സസും ഉണ്ട്. ഫ്രിക്ഷൻ എന്താണെന്നുള്ളതും ഫ്രിക്ഷൻ കുറക്കാനുള്ള മാർഗങ്ങൾ, ഫ്രിക്ഷന്റെ പ്രശ്നങ്ങൾ, ഫ്രിക്ഷന്റെ ഉപകാരങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പ്രഷറിനെ കുറിച്ച് പഠിച്ചു. പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതുപോലെ തന്നെ ലിക്വിഡ് പ്രഷർ, ഇതൊക്കെ പഠിച്ചു. നന്നായിട്ട് ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം നോക്കണം കേട്ടോ. സോ മക്കളെ, നമ്മൾ മാഗ്നറ്റിസം, കാന്തികത എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 2 iron nails are placed at the end of bar magnet as shown in the figure. Find out the correct one. ഇതിലെ കറക്റ്റ് വൺ ഏതാന്നുള്ളതാണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. സോ ഇവിടെ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. നോക്കണേ, ഇത് നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശ്രദ്ധിക്കണേ, ആ ഒരു നെയിലിൻ്റെ ഈ ഒരു ഭാഗം ഇത് നോർത്ത്, ഈ ഒരു നോർത്ത്, ഇത് സൗത്ത് ആയിരിക്കും. സൗത്ത് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. സോ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ ബി ആണ്. ഓക്കെ, കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കറക്റ്റ് വണ് ആൻസർ ബി ആണ്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം പോൾസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ റീസൺ വരുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ എറേഴ്സ് ഇൻ മേക്കിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റീഡ്രോ ഇറ്റ് പ്രോപ്പർലി. അത് വീണ്ടും ശരിയാക്കി വരക്കാനാണ്. സോ സൗത്ത് ദാ ഇവിടെ ഉണ്ട്, നോർത്ത് ദാ ഇവിടെ ഉണ്ട്. സോ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ അതെന്താണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ് പോകുന്നത്. കറക്റ്റ് ആൻസർ ഇതാണ്. ഓക്കെ, നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കാന്തിക ബലരേഖകൾ മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ദ എർത്ത് ബിഹേവ്സ് ആസ് എ മാഗ്നറ്റ്. ദിസ് ഈസ് ദ റീസൺ ഫോർ എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് അലൈൻസ് ഇറ്റ്സെൽഫ് അലോങ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്നുള്ളതാണ്. നോക്കടാ, ഹൂ ഡിസ്കവർ ദാറ്റ് ദ എർത്ത് ബിഹേവ് ആസ് എ മാഗ്നറ്റ്? അതാരാ കണ്ടെത്തിയത്? വില്യം ഗിൽബർട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തിയത്. വേർ ഡു ദ പോൾസ് ഓഫ് എർത്ത് മാഗ്നറ്റ് ലൊക്കേറ്റ്? ഒരു എർത്ത് മാഗ്നറ്റിന്റെ പോൾസ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നുള്ളതാണ്. സപ്പോസ് ദിസ് ഇസ് എർത്ത്, ഇതൊരു എർത്ത് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നിട്ടുണ്ട്? ഒരു എന്താണ്
ഒരു മാഗ്നറ്റ് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഗിൽബർട്ട് പറഞ്ഞത്. സോ അവിടുത്തെ ഇതാണ് ഭൂമിയുടെ നോർത്ത്, ഇതാണ് ഭൂമിയുടെ സൗത്ത്. ഇതിനെ ജിയോഗ്രഫിക് നോർത്ത് എന്ന് വിളിക്കും. ഓക്കെ, ഭൂവൽക്കത്തിൻ്റെ നോർത്ത് പോൾ, ഉത്തരധ്രുവം, ജിയോഗ്രഫിക് നോർത്ത് എന്ന് വിളിക്കും. ജിയോഗ്രഫിക് നോർത്ത് എന്ന് വിളിക്കും. ആ ജിയോഗ്രഫിക് നോർത്ത് എവിടെയാണോ അതിനടുത്തായിരിക്കും ഭൂമിയുടെ ഉള്ളിൽ കുഴിച്ചിട്ട ആ ഒരു മാഗ്നറ്റിൻ്റെ സൗത്ത്. എന്നാൽ ജിയോഗ്രഫിക് സൗത്തിൻ്റെ അടുത്തായിരിക്കും ഭൂമിയുടെ ഉള്ളിൽ കുഴിച്ചിട്ട ആ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് എന്ന് വിളിക്കുന്നത്. സോ ഇത് ഇതെന്താണ്, എർത്ത് മാഗ്നറ്റിൻ്റെ സൗത്ത് എവിടെയാണോ അതിനടുത്തായിരിക്കും ജിയോഗ്രഫിക് നോർത്ത് ഉണ്ടാവുക. ഇനി എർത്ത് മാഗ്നറ്റിൻ്റെ നോർത്ത് എവിടെയാണോ അതിനടുത്തായിരിക്കും ജിയോഗ്രഫിക് സൗത്ത്. അതാണ് യഥാർത്ഥത്തിൽ നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക് നോർത്താണ്, അല്ലെങ്കിൽ ഭൂവൽക്കത്തിൻ്റെ നോർത്താണ്, അല്ലെങ്കിൽ ഉത്തരധ്രുവമാണ്. ഇത് ഭൂവൽക്കത്തിൻ്റെ ദക്ഷിണ ധ്രുവമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how will you detect the poles of a bar magnet using this directional property? എങ്ങനെയാണ് ഒരു പോൾസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താം? സോ how will you detect the poles of a bar magnet? സപ്പോസ് എന്താണ്, ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ഫ്രീലി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാർ മാഗ്നറ്റ് നോർത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ, സപ്പോസ് ഇതിങ്ങനെ ഒരു ബാർ മാഗ്നറ്റ് നോർത്തിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഭൂമിയുടെ ജിയോഗ്രഫിക് നോർത്ത് ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? കാരണം ഈ നോർത്തും ഈ ഭൂമിയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഭൂമിയുടെ അല്ല, ഓക്കെ, ജിയോഗ്രഫിക് നോർത്താണ്. ഈ നോർത്തും ഈ സൗത്തും എന്ത് ചെയ്യും? ഈ ഭൂമിയുടെ അല്ലെങ്കിൽ എർത്തിൽ കുഴിച്ചിട്ട് ആ ഒരു മാഗ്നറ്റിൻ്റെ സൗത്തും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. സോ ഇത് നോർത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് ആ ഭാഗമായിരിക്കും ഇതാണ് നമ്മൾ കോമ്പസ്, മാഗ്നറ്റിക് നീഡിലിൻ്റെ ഒക്കെ പ്രത്യേകത. അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിൽ നമ്മൾ പിന്നെ വടക്ക് നോക്കിയ യന്ത്രത്തിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ആ ഒരു കാന്ത സൂചി ഉണ്ടല്ലോ, അതിൻ്റെ നോർത്ത് എങ്ങോട്ടായിരിക്കും തിരിഞ്ഞു നിൽക്കുക? ജിയോഗ്രഫിക് നോർത്തിൻ്റെ ഭാഗത്തേക്കും. സൗത്ത് എങ്ങോട്ടായിരിക്കും തിരിഞ്ഞു നിൽക്കുക? ജിയോഗ്രഫിക് സൗത്തിൻ്റെ ഭാഗത്തേക്കും. ഈ ഒരു ഭാഗത്തേക്കായിരിക്കും ഇത് തിരിഞ്ഞു നിൽക്കുക. ഓക്കെ, ആ ഒരു പോയിന്റാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കും. യെസ്, ഇവിടെ മലയാളം മീഡിയത്തിൽ അതും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ പാത്ത് ഓഫ് റേ ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം മിറർ ഈസ് ഗിവൺ. ഐഡന്റിഫൈ ദി മിറർ. ഇത് ഏത് മിററാണ്? കോൺകേവ് മിററാണ്. ഓക്കെ, കോൺകേവ് മിററാണ്. എന്താണ് കോൺകേവ്? ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്ന ഭാഗത്താണ് ലൈറ്റ് വന്ന് പതിക്കുന്നത്. ഇതാണ് കോൺകേവ് മിറർ. നെയിം ദ പോയിന്റ് മാർക്ക്ഡ് പി ഓൺ ദ മിറർ. ഇതെന്താണ്? പോളാണ്. പോൾ അതായത് ആ ഒരു മിററിന്റെ സെൻട്രൽ പോയിന്റാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. റൈറ്റ് ഡൗൺ ദ വാല്യൂ ഓഫ് ആംഗിൾ എക്സ്. ഇത് 35 ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? 35 ഡിഗ്രി ആയിരിക്കും. കാരണം ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നെയിം ദ ലോ ദാറ്റ് ഹെൽപ്ഡ് യു ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഏതാണ്? അല്ലേ, എന്താണ്? ലോ ഓഫ് റിഫ്ലക്ഷൻ ആണ്. എന്താണ്? ലോ ഓഫ് റിഫ്ലക്ഷൻ, പ്രതിപതന നിയമം. ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ലോ ആണ് എന്നെ അതിനെ സഹായിച്ചത്. ലോ ഓഫ് റിഫ്ലക്ഷൻ, പ്രതിപതന നിയമം. നെക്സ്റ്റ് അതിൻ്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കൂ. എ റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ എ സ്ഫെറിക്കൽ മിറർ. ഒരു ലൈറ്റർ എന്ത് ചെയ്യുന്നു? ഒരു സ്ഫെറിക്കൽ മിറർ. ഐഡന്റിഫൈ ദി മിറർ. ഇത് ഏത് മിററാണ്? ഇത് കോൺവെക്സ് മിററാണ്. ഏത് മിററാണ്? കോൺവെക്സ് ദർപ്പണമാണ്. ഇത് കോൺവെക്സ് ദർപ്പണമാണ്. കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം ആൻഡ് മാർക്ക് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദി മിറർ. ഈ മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. സോ ഇത് ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റർ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇത് കോൺവെക്സ് ടു മിറർ ആയതുകൊണ്ട് തന്നെ ഇതെന്ത് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകും. ഓക്കെ, പക്ഷേ ഡൈവേർജ് പോകുന്നത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ അതായിരിക്കും അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് വരിക. കാര്യം മനസ്സിലായോ? ഇത് എക്സ്റ്റെൻഡ് ചെയ്ത്, അതായത് ഡൈവേർജ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ അകന്നു പോകുന്നത് നമ്മളിങ്ങനെ പിറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും അവിടുത്തെ പ്രിൻസിപ്പൽ ഫോക്കസ് വരിക. ഈ പി സി ഈ 16 സെന്റിമീറ്റർ. ഈ ടോട്ടൽ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ആണ്, അല്ലെങ്കിൽ വക്രതാ കേന്ദ്രമാണ്. ആ പി സി എത്രയാണ്? 16 സെന്റിമീറ്റർ ആണെങ്കിൽ ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് മിറർ. ഫോക്കൽ ലെങ്ത്, ആ സെന്റർ ഓഫ് കർവേച്ചർ മുതൽ പി വരെയുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ, വക്രതാ ആരം. ആ വക്രതാ ആരത്തിന്റെ പകുതി ആയിരിക്കും എന്ത് വരിക? ഫോക്കൽ ലെങ്ത് വരിക. അതെത്രയാണ്? 16/2 8 സെന്റിമീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, 8 സെന്റിമീറ്റർ എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കൂ. ഒരു ഗോളീയ ദർപ്പണത്തിലേക്ക് ഒരു പ്രകാശരശ്മി പതിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ മലയാളം പറഞ്ഞതാണ്. ഓക്കെ, നോക്കണം കേട്ടോ. Okay, what should be the position of an object before a concave mirror so as to form a virtual image? അല്ലേ, ഇവിടെ ഒരു കോൺകേവ് മിറർ ഉണ്ട്. എന്താണ് കോൺകേവ് മിറർ? ഈ കോൺകേവ് മിററിൽ മിക്കവാറും സമയത്തും നമുക്ക് ഇവിടെ ഒരു പി ഉണ്ട്, ഇവിടെ പോയിന്റ് പി ഉണ്ട്, ഇവിടെ ഒരു എഫ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ഉണ്ട്, ഇവിടെ ഒരു സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഇതിൽ നമുക്ക് മിക്കവാറും സമയത്ത് 5 കേസുകളിൽ നമുക്ക് റിയൽ ഇമേജ് ആണ് കിട്ടുക.
റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ് ആയിരിക്കും കിട്ടുക. പക്ഷേ ഒബ്ജക്റ്റ് നമ്മൾ എഫിൻ്റെയും പിൻ്റെയും ഇടയിലാണ് വെക്കുന്നതെങ്കിൽ ഇമേജ് എന്തായിരിക്കും? കണ്ണാടിക്കുള്ളിൽ ഒരു വലിയ ഒരു വിർച്വൽ ഇമേജ്, ഒരു മിഥ്യാ പ്രതിബിംബമായിരിക്കും നമുക്ക് കിട്ടുക. എഫിൻ്റെയും പിൻ്റെയും ഇടയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ മിഥ്യാ പ്രതിബിംബമായിരിക്കും നമുക്ക് കിട്ടുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് ദി ഇമേജിന്റെ പ്രത്യേകത എന്താ? അത് റിയൽ ആണ്, വിർച്വൽ ആണ്. വിർച്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും അതെന്തായിരിക്കും? ഇറക്റ്റ്. വിർച്വൽ എന്ന് പറഞ്ഞാൽ മിഥ്യയാണ്, ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നിവർന്നതായിരിക്കും. അതുപോലെ തന്നെ എൻലാർജ്ഡ് ആണ്, വളരെ വലുതായിരിക്കും. ഈ ഒരു കോൺകേവ് മിററിൽ കിട്ടുന്ന ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഈ ഒരു പ്രതിബിംബത്തിന്റെ ഇമേജിന്റെ പ്രത്യേകത വരുന്നത്. നെക്സ്റ്റ്, ചെക്ക് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫാൾസ്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോൺവെക്സ് മിറർ ക്യാൻ മേക്ക് റിയൽ ആൻഡ് വിർച്വൽ ഇമേജ്. ശരിയാണോ? കോൺവെക്സ് മിററിന് എപ്പോഴും എന്താണ്? വിർച്വൽ ഇമേജ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റിയൽ ഇമേജ് നമുക്ക് ഒരിക്കലും കോൺവെക്സ് മിററിന് ഉണ്ടാക്കാൻ കഴിയില്ല. കോൺകേവ് മിററിനാണെങ്കിൽ റിയലും വിർച്വൽ ആയിട്ടുള്ള ഇമേജസ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. നെക്സ്റ്റ്, കോൺവെക്സ് മിറർ ഹാവ് വൈൽഡ് ഫീൽഡ് വ്യൂ. അത് ശരിയാണ്. ഒരു കോൺവെക്സ് മിററിന് ഫീൽഡ് വ്യൂ കൂടുതലാണ്, വീക്ഷണ വിസ്തൃതി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ വാഹനങ്ങളുടെയൊക്കെ സൈഡിലെ പിറകിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് റിയർ വ്യൂ മിററായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് മിറർ യൂസ് ചെയ്യുന്നത്. ലോ ഓഫ് റിഫ്ലക്ഷൻ ആർ അപ്ലിക്കബിൾ ടു സ്ഫെറിക്കൽ മിറേഴ്സ് ആൾസോ. യെസ്, അത് ശരിയാണ്. ലോ ഓഫ് റിഫ്ലക്ഷൻ, അതായത് പിന്നെ പ്രതിപതന നിയമം ആർക്കാണ്? സ്ഫെറിക്കൽ മിറർ, ഗോളീയ ദർപ്പണങ്ങൾക്കൊക്കെ എന്താണ്? ബാധകമാണ്. മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ് ഫോംഡ് ബൈ കോൺകേവ് മിറർ ഈസ് ആൾവേസ് ലെസ്സർ ദാൻ 1. ശരിയാണോ? കോൺകേവ് മിററിന്റെ പിന്നെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും 1നേക്കാൾ ചെറുതാണോ? അല്ല, തെറ്റാണ്. കാരണം എഫിൻ്റെയും പിൻ്റെയും ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ ഇമേജ്, നമ്മൾ നേരത്തെ പറഞ്ഞു, വലിയ പ്രതിബിംബമായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഇത് ഓൾവേസ് ലെസ്സർ ദാൻ 1 എന്നല്ല. ചിലപ്പോൾ 1 ആവാം, ചിലപ്പോൾ 1നേക്കാൾ കൂടുതലാവാം, ചിലപ്പോൾ 1നേക്കാൾ കുറവായിരിക്കും. കോൺകേവ് മിറർ ആയതുകൊണ്ട് കേട്ടോ. നേരെ മറിച്ച് കോൺവെക്സ് മിറർ ആണെങ്കിൽ ഓൾവേസ് ലെസ്സർ ദാൻ 1 ആയിരിക്കും, 1നേക്കാൾ കുറവായിരിക്കും എപ്പോഴും. നൗ, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ എത്ര വലുത് എന്നുള്ളതാണ്. ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ എപ്പോഴും എന്തായിരിക്കും? പിന്നെ ചെറുതായിരിക്കും. എവിടുത്തെ കേസിൽ? കോൺവെക്സ് ദർപ്പണത്തിന്റെ കേസിൽ. പക്ഷേ കോൺകേവ് ദർപ്പണത്തിന്റെ കേസിൽ അത് ഇമേജ് ഒബ്ജക്റ്റിനേക്കാൾ അല്ലെങ്കിൽ വസ്തു പ്രതിബിംബത്തെക്കാൾ അല്ലെങ്കിൽ പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതാവാം, അല്ലെങ്കിൽ അതേ വലുപ്പമാകാം, വലുതുമാകാം. ഓക്കെ. മാഗ്നിഫിക്കേഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഫോംഡ് ബൈ പ്ലെയിൻ മിറർ ഈസ് ഗ്രേറ്റർ ദാൻ 1. അത് തെറ്റാണ്. അത് ഈക്വൽ ടു 1 ആണ്. കാരണം വസ്തുവിൻ്റെ പിന്നെ വലിപ്പം എത്രയാണോ അത്ര വലിപ്പം തന്നെ ആയിരിക്കും പ്രതിബിംബത്തിനും ഉണ്ടാവുക. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണോ അത്രയാണ് ഇമേജിനും ഉണ്ടാവുക. ഇഫ് ദ ഇമേജ് ഫോംഡ് ബൈ മിറർ ഇസ് റിയൽ, മാഗ്നിഫിക്കേഷൻ വിൽ ബി നെഗറ്റീവ്. അത് ശരിയാണ്. ഒരു മിറർ റിയൽ ആയിട്ടുള്ള ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവാണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞിട്ടുള്ള ഈ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് എന്നുള്ള. റിയൽ ആണോ ഇൻവേർട്ടഡ് ആയിരിക്കും? ഉറപ്പായിട്ടും റിയൽ ആണെങ്കിൽ തല കീഴായിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവേ വരികയുള്ളൂ. സോ ആ ഒരു ഭാഗം അല്ലേ, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തനമാണ് കേട്ടോ, ആവർത്തനം. ഓക്കെ. സോ ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കാം കേട്ടോ. സോ മക്കൾ, നെക്സ്റ്റ് നമ്മൾ സൗണ്ട് എന്ന് പറയുന്ന, ശബ്ദം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ഫോർ എക്സ്പീരിയൻസിങ് സൗണ്ട് 3 കമ്പോണൻസ് ആർ എസെൻഷ്യൽ. വിച്ച് ആർ ദ? ഒന്നെന്താണ്? സോഴ്സ് ഓഫ് സൗണ്ട്, സൗണ്ടിൻ്റെ സ്രോതസ് വേണം. അതുപോലെ തന്നെ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്, സൗണ്ട് സഞ്ചരിക്കാനുള്ള ഒരു മീഡിയം വേണം. അതുപോലെ തന്നെ റിസീവർ, ഇത് സ്വീകരിക്കാനുള്ള ഒരു ആൾ വേണം. ഓക്കെ. സോ ഒരു സൗണ്ടിന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 3 കാര്യം വേണം. ഒന്ന് മീഡിയം ഓഫ് സൗണ്ട്, എന്താണ് സോഴ്സ് ഓഫ് സൗണ്ട്, മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ആൻഡ് റിസീവർ. നെക്സ്റ്റ്, പിച്ച് ഈസ് വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട്. വാട്ട് ഈസ് പിച്ച്? പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഷാർപ്പ്നെസ് ഓഫ് സൗണ്ട്. സൗണ്ടിൻ്റെ ഷാർപ്പ്നെസ്സിനെയാണ്, കൂർമ്മതയാണ് നമ്മൾ ഇന്ന് വിളിക്കുക പിച്ച് എന്ന് വിളിക്കുന്നത്. അത് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? പിച്ച് കൂടും എന്നുള്ളതാണ്. നമ്മുടെ വിമൻസിനൊക്കെ ആക്ച്വലി എന്താണ്? പിച്ച് വളരെ കൂടുതലാണ്. കാരണം അവരുടെ പിന്നെ ഫ്രീക്വൻസി കൂടിയതാണ്. അവരുടെ ആ ഒരു പിന്നെ ലാരിങ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ വോക്കൽ കോഡിൻ്റെ ഫ്രീക്വൻസി കൂടിയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പിച്ച് അവർക്ക് കൂടുന്നത്. നെക്സ്റ്റ്, ആസ്ട്രോണറ്റ്സ് കനോട്ട് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി, സോ ദേ യൂസ് റേഡിയോ ഡിവൈസ്. വാട്ട് ഈസ് ദ റീസൺ? കാരണം നമ്മുടെ ആസ്ട്രോണറ്റ്സിന് അവിടെ സ്പേസിൽ എന്തില്ല? മാധ്യമം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. മീഡിയം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? റേഡിയോ വേവ്സ് യൂസ് ചെയ്യണം. റേഡിയോ വേവ്സിന് ഒരിക്കലും എന്താവശ്യമില്ല? അത് സഞ്ചരിക്കാൻ എന്താവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. പക്ഷെ സൗണ്ടിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മീഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. സോ ഒരു മാധ്യമം ആവശ്യമുണ്ട്. ആസ്ട്രോണറ്റ്സ് അല്ലെങ്കിൽ പിന്നെ എന്താണ്
ബഹിരാകാശ യാത്രക്കാർക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, കാരണം അവിടെ മാധ്യമം ഇല്ല എന്നുള്ളതാണ്. ഡിഫറൻഷിയേറ്റ് അൾട്രാസോണിക് ആൻഡ് ഇൻഫ്രാസോണിക് സൗണ്ട്. അതായത് 20 ഹെഡ്സിൻ്റെ താഴെയുള്ള സൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി 20 ഹെഡ്സിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസിയെ നമ്മൾ എന്തെന്ന് വിളിക്കുക, അല്ലെങ്കിൽ സൗണ്ടിനെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ 20,000 ഹെഡ്സ് അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സിനേക്കാൾ മുകളിലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് വിളിക്കുക. എന്താണ് അൾട്രാസോണിക് സൗണ്ട്സ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് സീ ദ ഫിഗർ. ഈ ഒരു ഫിഗർ നോക്കൂ മക്കളെ. ഐഡന്റിഫൈ ദ ഡിവൈസ്. ഇതിനെയാണ് നമ്മൾ സോണാർ എന്ന് വിളിക്കുന്നത്. സോണാർ. ഓക്കെ, വാട്ട് ഈസ് ദ യൂസ്? നമ്മൾ ഈ കടലിൻ്റെ ഒക്കെ, ഈ കപ്പലിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഈ ഒരു ഡിവൈസ് വെക്കും. എന്തിനാണ്? ഈ കടലിൻ്റെ ഒക്കെ ആഴം, ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ഓഷ്യൻ്റെ ഒക്കെ ആഴം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സോണാർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത്. വലിയ ക്ലാസ്സിൽ അടിപൊളിയായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. വാട്ട് കൈൻഡ് ഓഫ് വേവ്സ് ആർ യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസ്? ഈ ഡിവൈസിന് യൂസ് ചെയ്യുന്ന വേവ്സ് ആണ് അൾട്രാസോണിക് വേവ്സ്, അല്ലേ? അൾട്രാസോണിക് വേവ്സ് ആണ് കേട്ടോ. അൾട്രാസോണിക് വേവ്സ് ആണ് ഈ ഒരു ഡിവൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഓഡിബിൾ ലിമിറ്റ് ഓഫ് ഹ്യൂമൻ ബീങ്സ്? മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഓഡിബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20 ഹെഡ്സ് മുതൽ, അല്ലെങ്കിൽ ഫ്രീക്വൻസി 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 20,000 ഹെഡ്സ് വരെയാണ് ഒരു മനുഷ്യ കാതുകൾക്ക് കേൾക്കാൻ പറ്റുക. അതിന് താഴെയുള്ളതിനെ നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും അതിന് മുകളിലുള്ളതിന് അൾട്രാസോണിക് സൗണ്ട്സ് എന്നാണ് വിളിക്കുക. വാട്ട് ആർ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഓഫ് ആറ്റം? ഒരു ആറ്റത്തിന്റെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിന് നമ്മൾ ഇലക്ട്രോൺ, ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതുപോലെ തന്നെ ന്യൂട്രോൺ ഉണ്ട്. ഓക്കെ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഓക്കെ, ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ്, വെൻ എ ബോഡി എക്സ് റബ്ബഡ് ഓൺ അനദർ ബോഡി വൈ, എക്സ് വൈന് എന്ത് ചെയ്തു, റബ്ബ് ചെയ്തു. ദെൻ എ ഫ്യൂ ഇലക്ട്രോൺ ട്രാൻസ്ഫോർ ഫ്രം വൈ ടു എക്സ്, എക്സിൽ നിന്ന് വൈയിൽ നിന്ന് എക്സിലേക്ക് പോയി. സോ സ്വീകരിച്ചത് ആരാണ്? ഇലക്ട്രോൺ സ്വീകരിച്ചത് ആരാണ്? എക്സ് ആണ്. സോ എക്സിന് എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, വൈന് എന്താണ്, പോസിറ്റീവ് ചാർജ് കിട്ടും. സോ എക്സിന് ആരാണ് ഇലക്ട്രോൺ വിട്ടുകൊടുത്തത് അയാൾക്ക് പോസിറ്റീവ് ചാർജും, ആരാണ് ഇലക്ട്രോൺ സ്വീകരിച്ചത് അയാൾക്ക് നെഗറ്റീവ് ചാർജും കിട്ടും. എ ഗ്ലാസ് റോഡ് സിൽക്ക് ആർ കമ്പാറ്റിബിൾ pair for producing static electricity by rubbing when they are rubbed each other. Identify one which get positive charge. നോക്കണേ, ഒരു സിൽക്ക്, ഒരു ഗ്ലാസ് റോഡ് കൊണ്ട് എന്ത് ചെയ്തു, ഒരു സിൽക്കിനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസിന് പോസിറ്റീവും സിൽക്കിന് നെഗറ്റീവും കിട്ടും. GPSN എന്ന് ആലോചിച്ചാൽ മതി. ഗ്ലാസിന് പോസിറ്റീവും സിൽക്കിന് നെഗറ്റീവും കിട്ടും. ഗ്ലാസിന് പോസിറ്റീവും സിൽക്കിന് നെഗറ്റീവ് കിട്ടും. GPSN എന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ്, വാട്ട് ഈസ് കപ്പാസിറ്റർ? എന്താണ് ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ? കപ്പാസിറ്റർ ഈസ് an arrangement of metal plate which can store electric charge for long time. ഒരുപാട് സമയം നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കപ്പാസിറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, കപ്പാസിറ്റർ ഈസ് an arrangement of metal plates which can store electric charge for long time. ഒരുപാട് കാലം ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്ന് വിളിക്കുക, കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ഈസ് കാൾഡ് പേപ്പർ കപ്പാസിറ്റർ? എന്താണ് പേപ്പർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ? കപ്പാസിറ്റർ ഇൻ വിച്ച് പേപ്പർ ഈസ് യൂസ്ഡ് ആസ് ഡൈഇലക്ട്രിക് ഈസ് കാൾഡ് പേപ്പർ കപ്പാസിറ്റർ. ആക്ച്വലി ഇതാണ് കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. ഇതിൻ്റെ ഇടയിൽ എയർ ആണെങ്കിൽ അതിന് എയർ കപ്പാസിറ്റർ എന്നും, ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അതിനാണ് നമ്മൾ ഡൈഇലക്ട്രിക് എന്ന് വിളിക്കുന്നത്. സോ ആ ഡൈഇലക്ട്രിക്കിൻ്റെ പേരിനനുസരിച്ചായിരിക്കും കപ്പാസിറ്ററിൻ്റെ പേര്. ഇതിൻ്റെ ഇടയിൽ പേപ്പർ ആണെങ്കിലോ പേപ്പർ കപ്പാസിറ്റർ എന്നാണ് നമ്മൾക്ക് വിളിക്കുക. നെക്സ്റ്റ്, ബെന്നി ഈസ് ബ്രിങ്ങിങ് എ ചാർജ്ഡ് ബോഡി നിയർ എ മെറ്റാലിക് ഒബ്ജക്റ്റ് ബി ടു ചാർജ് ഇറ്റ്. അല്ലേ, ഈ ബീൻ്റെ അടുത്തേക്ക് ഒരു എ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ കൊണ്ടുവരാണ്, ഒരു ചാലകം കൊണ്ടുവരാണ്. നെയിം ദ മെത്തേഡ് ഓഫ് ചാർജിങ്. ഇതിനാണ് എന്താണ്, ചാർജിങ് ബൈ പ്രേരണ മൂലമുള്ള ചാർജിങ്. നെക്സ്റ്റ്, വാട്ട് മൈറ്റ് ബി ദ ചാർജ് ഓഫ് ദി ബോഡി? എൻ്റെ ചാർജ് എന്തായിരിക്കും? ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഭാഗത്ത് എന്തായിരിക്കും, നെഗറ്റീവ് ആണ്. സോ എൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചാർജ് ബി എന്നായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും ചാർജ് എ എന്ന് പറയുന്നത്. സി ദ ഐഡന്റിഫൈ ദ ഡിവൈസ്. ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഇത് ഡിവൈസ് ഏതാന്നുള്ളത് കണ്ടെത്താനാണ്. ഇതേതാണ്, ഇലക്ട്രോസ്കോപ്പാണ്. ഈ ഡിവൈസിന്റെ പേരെന്താണ്, ഇലക്ട്രോസ്കോപ്പാണ്. ഓക്കെ, വാട്ട് ഈസ് യൂസ്? എന്തിനാണ്? ഒരു ബോഡി അല്ലെങ്കിൽ ഒരു വസ്തു ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇലക്ട്രോസ്കോപ്പ്. ഒരു വസ്തു ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. മാർക്ക് ദ മെറ്റൽ സ്ഫിയർ. ഇതിലേതാ മെറ്റൽ സ്ഫിയർ? ഇതാണ് മെറ്റൽ സ്ഫിയർ, ഇതാണ് ഗോൾഡ്. ഈ താഴെയുള്ളതാണ് ഗോൾഡ് ലീഫ്. മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ മെറ്റൽ സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മുകൾ ഭാഗത്തുള്ള ഒരു ഭാഗമാണ് മെറ്റൽ സ്ഫിയർ. പിന്നെ ഗോൾഡ് ലീഫ്, ഈ താഴെയുള്ള ഈ ഒരു പാർട്ടിനെയാണ്, അല്ലെ, ഈ രണ്ട് ദളങ്ങളെയാണ് നമ്മൾ ഗോൾഡ് ലീഫ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ ഒരു സംഭവം, ആ ഒരു കണ്ടക്ടർ ഉണ്ടില്ല, ആ ഒരു ദണ്ട് പോലത്തെ, അതിനെയാണ് നമ്മൾ മെറ്റൽ കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നമ്മൾ
മാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ അറേഞ്ച്മെന്റ്. ഇതിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം എന്ന് വിളിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ വൺ ഫോർ വൈൻഡിങ് ദ കോപ്പർ വയർ. കോപ്പർ വയർ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു മീൻസ് ആ ഒരു ദണ്ട് ഇതെന്താണ്? ആക്ച്വലി തിക്ക് സോഫ്റ്റ് അയൺ ബാർ ആണ് കേട്ടോ വേണ്ടത്. എന്താണ്? തിക്ക് സോഫ്റ്റ് അയൺ ബാർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ ഇതെന്താ ആക്ച്വലി ഇതിൻ്റെ പ്രിൻസിപ്പൾ, ഇതിൻ്റെ ഉള്ളിലൂടെ കറണ്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. സോ ഈ ഒരു ഭാഗം ഒരു കാന്തമായിട്ട് ഭാഗം ഈ ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ ബാർ അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ അല്ലെങ്കിൽ എന്താണ് പച്ചിരുമ്പ് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പച്ചിരുമ്പ് എന്ത് ചെയ്യും? ഒരു കാന്തമായിട്ട് മാറും. ഇതിനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് വൈദ്യുത കാന്തം എന്ന് വിളിക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്രയുമാണ് ഈ ഒരു കാര്യം. ഇതിൻ്റെ മലയാളമാണ് കേട്ടോ നെക്സ്റ്റിലുള്ളത്. സോ മക്കൾ എന്ത് ചെയ്യണം? ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ്, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടിപൊളിയായിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. ദാറ്റ്സ് ഓൾ റിഗാർഡിങ് എൻ്റയർ ചാപ്റ്റേഴ്സ് ഫ്രം ദ ഫിസിക്സ്. അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു.